യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അധ്യായം 10. പാവപ്പെട്ടവന് നീതി നിഷേധിക്കുന്നതിനും എൻ്റെ ജനത്തിലെ എളിയവൻ്റെ അവകാശം എടുത്തു കളയുന്നതിനും വിധവകളെ കൊള്ളയടിക്കുന്നതിനും അനാഥരെ ചൂഷണം ചെയ്യുന്നതിനും വേണ്ടി അനീതി നിറഞ്ഞ വിധി പ്രസ്താവിക്കുന്നവർക്കും മർദ്ദനമുഴകൾ എഴുതിയുണ്ടാക്കുന്നവർക്കും ദുരിതം. ശിക്ഷാവിധിയുടെ ദിനത്തിൽ വിദൂരത്ത് നടിക്കുന്ന കൊടുങ്കാറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യും? ആരുടെ അടുത്ത് നിങ്ങൾ സഹായത്തിനു വേണ്ടി ഓടിച്ചെല്ലും? നിങ്ങൾ ധനം എവിടെ സൂക്ഷിക്കും? ഒന്നും അവശേഷിക്കുകയില്ല. ബന്ധിതരുടെ ഇടയിൽ പതുങ്ങി നടക്കുകയും വധിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ വീഴുകയുമല്ലാതെ നിവർത്തിയില്ല. ഇതുകൊണ്ടും അവിടുത്തെ കോപം ശമിച്ചിട്ടില്ല, അവിടുത്തെ കരം ഉയർന്നു തന്നെ നിൽക്കുന്നു. എൻ്റെ കോപത്തിൻ്റെ ദണ്ഡ് രോഷത്തിൻ്റെ വടിയുമായ അസറിയ, അധർമ്മികളായ ജനതകൾക്കെതിരെ ഞാൻ അവനെ അയക്കുന്നു. എൻ്റെ കോപത്തിന് പാത്രമായ ജനത്തെ കൊള്ളയടിക്കാനും കവർച്ച വസ്തു തട്ടിയെടുക്കാനും തെരുവിലെ ചെളി പോലെ അവരെ ചവിട്ടിത്തേക്കാനും ഞാൻ അവന് കൽപ്പന നൽകുന്നു. എന്നാൽ അവൻ്റെ ഉദ്ദേശം അതല്ല, അവൻ്റെ മനസ്സിലെ വിചാരവും അപ്രകാരമല്ല. നാശം മാത്രമാണ് അവൻ ചിന്തിക്കുന്നത്. അനേകം ജനതകളെ വിച്ഛേദിച്ച് കളയുകയാണ് അവൻ്റെ ഉദ്ദേശം. അവൻ പറയുന്നു, എൻ്റെ സൈന്യാധിപന്മാർ രാജാക്കന്മാരല്ലേ? കൽനോ കാർക്കെമിഷു പോലെയല്ലേ? ഹാമാദ് ആർപ്പാദ് പോലെയും സമരിയ ഡമാസ്കസ് പോലെയും അല്ലേ? ജെറുസലേമിലും സമരിയായിലുമുള്ളവരെക്കാൾ വലിയ കൊത്തുവിഗ്രഹങ്ങളോടുകൂടിയ രാജ്യങ്ങളെ ഞാൻ എത്തിപ്പിടിക്കേ സമരിയായോടും അവിടുത്തെ വിഗ്രഹങ്ങളോടും ചെയ്തതുപോലെ ജെറുസലേമിനോടും അവിടുത്തെ വിഗ്രഹങ്ങളോടും ഞാൻ ചെയ്യേണ്ടതല്ലേ? കർത്താവ് സിയോൻ പർവ്വതത്തോടും ജെറുസലേമിനോടുമുള്ള തൻ്റെ പ്രവൃത്തി ചെയ്തു കഴിയുമ്പോൾ അസിറിയ രാജാവിൻ്റെ ഉദക്തമായ വൻപ് പറച്ചിലിനെയും അഹങ്കാരത്തെയും ശിക്ഷിക്കും. അവൻ പറയുന്നു, എൻ്റെ കരബലവും ജ്ഞാനവും കൊണ്ടാണ് ഞാനിത് ചെയ്തത്. കാരണം എനിക്കറിവുണ്ടായിരുന്നു. ഞാൻ ജനതകളുടെ അതിർത്തികൾ നീക്കം ചെയ്യുകയും അവരുടെ നിക്ഷേപങ്ങൾ കൊള്ളയടിക്കുകയും ചെയ്തു. സിംഹാസനത്തിലിരിക്കുന്നവരെ ഞാൻ കാളക്കൂറ്റിൻ്റെ കരുത്തോടെ താഴെയിറക്കി. പക്ഷിക്കൂട്ടിൽ നിന്നെന്ന പോലെ എൻ്റെ കരം ജനതകളുടെ സമ്പത്ത് അപഹരിച്ചു. ഉപേക്ഷിക്കപ്പെട്ട മുട്ടകൾ ശേഖരിക്കുന്നത് പോലെ ഭൂമിയിലെ സമ്പത്ത് മുഴുവൻ കരസ്ഥമാക്കി. ചിറകനക്കാനോ വായ് തുറയ്ക്കാനോ ചിലയ്ക്കാനോ ഒന്നും ഉണ്ടായിരുന്നില്ല. വെട്ടുകാരനോട് കോടാലി വൻപ് പറയുമോ? അറുക്കുന്നവനോട് വാൾ വീമ്പടിക്കുമോ? ദണ്ഡ് അത് ഉയർത്തുന്നവനെ നിയന്ത്രിക്കുന്നത് പോലെയും ഊന്നുവടി മരമല്ലാത്തവനെ ഉയർത്തുന്നത് പോലെയുമാണത്. കർത്താവ്, സൈന്യങ്ങളുടെ കർത്താവ് കരുത്തന്മാരായ യോദ്ധാക്കളുടെ മേൽ ക്ഷയിപ്പിക്കുന്ന രോഗം അയക്കും. അവൻ്റെ കരുത്തിനടിയിൽ അഗ്നിജ്വാല പോലെ ഒരു ദാഹന ശക്തി ജ്വലിക്കും. ഇസ്രായേലിൻ്റെ പ്രകാശം അഗ്നിയായും അവൻ്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും മാറും. അത് ജ്വലിച്ച് ഒറ്റ ദിവസം കൊണ്ട് അവൻ്റെ മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ചു കളയും. അവൻ്റെ വനത്തിൻ്റെയും വിളവ് നിലങ്ങളുടെയും പ്രഭാവം കർത്താവ് നശിപ്പിക്കും. ആത്മാവും ശരീരവും തന്നെ. രോഗിയായ മനുഷ്യൻ ക്ഷയിക്കുന്നത് പോലെ ആയിരിക്കും അത്. അവൻ്റെ വനത്തിൽ അവശേഷിക്കുന്ന വൃക്ഷങ്ങൾ ഒരു കുഞ്ഞിന് എണ്ണാവുന്നത് പോലെ പരിമിതമായിരിക്കും. ഇസ്രായേലിൻ്റെ അവശേഷിക്കുന്നവരും യാക്കോബിൻ്റെ ഭവനത്തിൽ ജീവിച്ചിരിക്കുന്നവരും തങ്ങളെ പ്രഹരിച്ചവനിൽ അന്ന് ആശ്രയിക്കുകയില്ല. അവർ ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ കർത്താവിൽ തീർച്ചയായും ശരണം വയ്ക്കും. അവശേഷിക്കുന്ന ഒരു ഭാഗം, യാക്കോബിൻ്റെ സന്തതികളിൽ അവശേഷിക്കുന്ന ഒരു ഭാഗം ശക്തനായ ദൈവത്തിങ്കലേക്ക് തിരിയും. നിങ്ങളുടെ ജനമായ ഇസ്രായേൽ കടലിലെ മണൽത്തരി പോലെയാണെങ്കിലും അവശേഷിക്കുന്നവരിൽ ഒരു ഭാഗം മാത്രമേ തിരിയുകയുള്ളൂ. നീതി കവിഞ്ഞൊഴുകുന്ന വിനാശം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവ്, സൈന്യങ്ങളുടെ കർത്താവ് നിശ്ചയിക്കപ്പെട്ടതുപോലെ ഭൂമുഖത്ത് പൂർണ്ണ വിനാശം വരുത്തും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, സിയോനിൽ വസിക്കുന്ന എൻ്റെ ജനമേ, ഈജിപ്തുകാർ ചെയ്തതുപോലെ അസറിയാക്കാർ തങ്ങളുടെ വടികൊണ്ട് പ്രഹരിക്കുകയും നിങ്ങൾക്കെതിരെ ദണ്ഡ് ഉയർത്തുകയും ചെയ്യുമ്പോൾ ഭയപ്പെടരുത്. എന്തെന്നാൽ അല്പസമയത്തിനുള്ളിൽ എൻ്റെ രോഷം ശമിക്കുകയും
എൻ്റെ ക്രോധം അവരുടെ വിനാശത്തിനായി തിരിച്ചുവിടുകയും ചെയ്യും. സൈന്യങ്ങളുടെ കർത്താവ് ഓറേബിലെ പാറയ്ക്കടുത്ത് വെച്ച് മിദിയാനെ പ്രഹരിച്ചതുപോലെ അവരെ പ്രഹരിക്കും. ഈജിപ്തിൽ വെച്ച് ചെയ്തതുപോലെ അവിടുന്ന് സമുദ്രത്തിന്മേൽ ദണ്ഡ് ഉയർത്തിപ്പിടിക്കും. അന്ന് അവൻ്റെ ഭാരം നിന്റെ തോളിൽ നിന്ന് നീങ്ങുകയും നിന്റെ കഴുത്തിലെ നുകം തകർക്കപ്പെടുകയും ചെയ്യും. അവൻ റിമ്മോനിൽ നിന്ന് വന്നു അയ്യാത്തിലെത്തി മിഗ്രോണിലൂടെ കടന്ന് മിക്മാഷിൽ ചെന്നു. അവിടെ അവൻ തൻ്റെ സാമഗ്രികൾ സൂക്ഷിക്കുന്നു. അവർ ചുരം കടന്ന് ഗേബായിലെത്തി അവിടെ രാത്രി ചെലവഴിക്കുന്നു. റാമ വിറ കൊള്ളുന്നു. സാവൂളിൻ്റെ ഗിബായ ഓടിമറയുന്നു. ഗാലീം പുത്രി ഉറക്കെ നിലവിളിക്കുക. ലൈഷ ശ്രദ്ധിക്കുക. അനാത്തോത്തെ മറുപടി പറയുക. മാത്മേന പലായനം ചെയ്യുന്നു. ഗംഭീരനിവാസികൾ രക്ഷ തേടി ഓടുന്നു. ഈ ദിവസം തന്നെ അവൻ നോബിൽ താമസിക്കും. സിയോൻ പുത്രിയുടെ മലയുടെ നേരെ, ജെറുസലേം കുന്നിൻ്റെ നേരെ അവൻ മുഷ്ടി ചുരുട്ടും. സൈന്യങ്ങളുടെ കർത്താവ് വൃക്ഷശാഖകളെ ഭീകരമായ ശക്തിയോടെ മുറിച്ചു തള്ളും. ഉന്നത ശാഖകളെ വെട്ടിവീഴ്ത്തും. ഉയർന്നവയെ നിലം പതിപ്പിക്കും. അവിടുന്ന് വനത്തിലെ നിബിഡ ഭാഗങ്ങളെ കോടാലി കൊണ്ട് വെട്ടിവീഴ്ത്തും. ലബനോൻ അതിൻ്റെ മഹാവൃക്ഷങ്ങളോടെ നിലം പതിക്കും. അധ്യായം 11. നീതിനിഷ്ഠനായ രാജാവ്. ജസയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർത്തു വരും. അവൻ്റെ വേരിൽ നിന്ന് ഒരു ശാഖ പൊട്ടിക്കിളിർക്കും. കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും. ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. അവൻ ദൈവഭക്തിയിൽ ആനന്ദം കൊള്ളും. കണ്ണുകൊണ്ട് കാണുന്നത് കൊണ്ടോ ചെവി കൊണ്ട് കേൾക്കുന്നത് കൊണ്ടോ മാത്രം അവൻ വിധി നടത്തുകയില്ല. ദരിദ്രരെ അവൻ ധർമ്മനിഷ്ഠയോടെ വിധിക്കും. ഭൂമിയിലെ എളിയവരോട് അവൻ നീതിപൂർവം വർത്തിക്കും. ആജ്ഞാദണ്ഡുകൊണ്ട് അവൻ ഭൂമിയെ പ്രഹരിക്കും. അവൻ്റെ മൊഴി ദുഷ്ടരെ നിഗ്രഹിക്കും. നീതിയും വിശ്വസ്തതയും കൊണ്ട് അവൻ അറമുറുക്കും. ചെന്നായും ആട്ടിൻകുട്ടിയും ഒന്നിച്ചു വസിക്കും. പുള്ളിപ്പുലി കോലാടിൻകുട്ടിയോടുകൂടെ കിടക്കും. പശുക്കിടാവും സിംഹക്കുട്ടിയും ഒന്നിച്ച് മേയും. ഒരു ശിശു അവയെ നയിക്കും. പശുവും കരടിയും ഒരിടത്തു മേയും. അവയുടെ കുട്ടികൾ ഒന്നിച്ചു കിടക്കും. സിംഹം കാളയെപ്പോലെ വൈക്കോൽ തിന്നും. മുല കുടിക്കുന്ന ശിശു സർപ്പപ്പൊത്തിനു മുകളിൽ കളിക്കും. മുലകുടി മാറിയ കുട്ടി അണലിയുടെ അളയിൽ കൈയിടും. എൻ്റെ വിശുദ്ധഗിരിയിൽ ആരും ദ്രോഹമോ നാശമോ ചെയ്യുകയില്ല. സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ഭൂമി കർത്താവിനെക്കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. പ്രവാസികൾ തിരിച്ചുവരും. അന്ന് ജസ്സിയുടെ വേര് ജനങ്ങൾക്ക് ഒരു അടയാളമായി നിലകൊള്ളും. ജനതകൾ അവനെ അന്വേഷിക്കും. അവൻ്റെ ഭവനം മഹത്വപൂർണമായിരിക്കും. അന്ന് അസറിയ, ഈജിപ്ത്, പാത്രോസ്, എത്യോപ്യ, ഏലാം, ഷീനാർ, ഹാമാത്ത് എന്നിവിടങ്ങളിലും തീരപ്രദേശങ്ങളിലും അവശേഷിച്ചിരിക്കുന്ന തൻ്റെ ജനത്തെ വീണ്ടെടുക്കാൻ കർത്താവ് 2ാം പ്രാവശ്യവും കൈനീട്ടും. ജനതകൾക്ക് അവിടുന്ന് ഒരടയാളം നൽകും. ഇസ്രായേലിൽ നിന്ന് ഭ്രഷ്ടരായവരെ, യൂദയായിൽ നിന്ന് ചിതറിപ്പോയവരെയും അവിടുന്ന് ഭൂമിയുടെ 4 കോണുകളിലും നിന്ന് ഒരുമിച്ച് കൂട്ടും. എഫ്രായിമിൻ്റെ അസൂയ നീങ്ങുകയും യൂദയായെ പീഡിപ്പിക്കുന്നവർ വിച്ഛേദിക്കപ്പെടുകയും ചെയ്യും. എഫ്രായിം യൂദായോട് അസൂയ പുലർത്തുകയോ യൂദ എഫ്രായിമിനോട് അലട്ടുകയോ ഇല്ല. അവർ പടിഞ്ഞാറുള്ള ഫിലിസ്ത്യരുടെ മേൽ ചാടി വീഴുകയും കിഴക്കുള്ളവരെ കൊള്ളയടിക്കുകയും ചെയ്യും. ഏദോമിനും മൊവാബിനുമെതിരെ അവർ കരമുയർത്തും. അമ്മോന്യർ അവർക്ക് കീഴടങ്ങും. കർത്താവ് ഈജിപ്തിലെ കടലിടുക്കിനെ പൂർണ്ണമായും നശിപ്പിക്കും. നദിയുടെ മേൽ അവിടുന്ന് ഉഷ്ണക്കാറ്റോടുകൂടെ കൈവീശും. കാലു നനയ്ക്കാതെ കടക്കാവുന്ന വിധം അതിനെ തകർത്ത് 7 തോടുകളായി പിരിക്കും.
ഈജിപ്തിൽ നിന്ന് പോന്ന ഇസ്രായേലിനുണ്ടായിരുന്നതുപോലെ ഒരു രാജവീഥി അസറിയായിൽ അവശേഷിക്കുന്ന അവിടുത്തെ ജനത്തിന് ഉണ്ടായിരിക്കും. അധ്യായം 12. കൃതജ്ഞതാഗീതം. അന്ന് നീ പറയും, കർത്താവേ, ഞാൻ നന്ദി പറയും. അങ്ങ് എന്നോട് കോപിച്ചിരുന്നെങ്കിലും അങ്ങയുടെ കോപം നീങ്ങുകയും അങ്ങ് എന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. ഇതാ, ദൈവമാണെൻ്റെ രക്ഷ. ഞാൻ അങ്ങയിൽ ആശ്രയിക്കും. ഞാൻ ഭയപ്പെടുകയില്ല. എന്തെന്നാൽ ദൈവമായ കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ്. അവിടുന്ന് എൻ്റെ രക്ഷയായിരിക്കുന്നു. രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. ആ നാളിൽ നീ പറയും, കർത്താവിന് നന്ദി പറയുവേൻ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവേൻ. ജനതകളുടെ ഇടയിൽ അവിടുത്തെ പ്രവർത്തികൾ വിളംബരം ചെയ്യുവേൻ. അവിടുത്തെ നാമം ഉന്നതമാണെന്ന് ഉദ്ഘോഷിക്കുവേൻ. കർത്താവിന് സ്തുതി പാടുവേൻ. അവിടുന്ന് മഹത്വത്തോടെ പ്രവർത്തിച്ചു. ഭൂമിയിലെ എല്ലാം അത് അറിയട്ടെ. സിയോൻ വാസികളെ ആർത്തട്ടഹസിക്കുവേൻ. സന്തോഷത്തോടെ കീർത്തനങ്ങൾ ആലപിക്കുവേൻ. ഇസ്രായേലിൻ്റെ പരിശുദ്ധനായവൻ മഹത്വത്തോടെ നിങ്ങളുടെ മധ്യേയുണ്ട്. അധ്യായം 13. ജനതകൾക്കെതിരെ ബാബിലോൺ. ആമോസിൻ്റെ പുത്രനായ ഏശയ്യായ്ക്ക് ബാബിലോണിനെ സംബന്ധിച്ചുണ്ടായ ദർശനം. മൊട്ടക്കൊന്നിൽ അടയാളം ഉയർത്തുവേൻ. അവരോട് ഉച്ചത്തിൽ വിളിച്ചു പറയുവേൻ. പ്രഭുക്കന്മാരുടെ വാതിലുകൾക്കുള്ളിൽ പ്രവേശിക്കാൻ കൈവീശി അവർക്ക് അടയാളം നൽകുവേൻ. ഞാൻ തന്നെ എൻ്റെ വിശുദ്ധ ഭടന്മാരോട് കൽപ്പിച്ചു. എൻ്റെ കോപം നടപ്പാക്കുന്നതിന് എൻ്റെ ഔന്നത്യത്തിൽ അഭിമാനം കൊള്ളുന്ന വീരപോരാളികളെ ഞാൻ നിയോഗിച്ചു. അതാ, പർവ്വതങ്ങളിൽ വലിയ ജനക്കൂട്ടത്തിൻ്റേതുപോലുള്ള ആരവം, രാജ്യങ്ങളുടെ അലർച്ച, ജനതകൾ ഒന്നിച്ചു ചേരുന്ന ശബ്ദം. സൈന്യങ്ങളുടെ കർത്താവ് സൈന്യത്തെ അണിനിരത്തുന്നു. ഭൂമിയെ ഒന്നാകെ നശിപ്പിക്കാൻ കർത്താവും അവിടുത്തെ രോഷത്തിൻ്റെ ആയുധങ്ങളും ദൂരദേശത്തു നിന്ന്, ആകാശത്തിൻ്റെ അതിരുകളിൽ നിന്ന് വരുന്നു. ഉച്ചത്തിൽ വിലപിക്കുവേൻ. കർത്താവിൻ്റെ ദിനം സമീപിച്ചിരിക്കുന്നു. സർവശക്തനിൽ നിന്നുള്ള വിനാശം പോലെ അത് വരും. എല്ലാ കരങ്ങളും ദുർബലമാകും. എല്ലാവരുടെയും ഹൃദയം ഉരുകും. അവർ സംഭ്രാന്തരാകും. കഠിനവേദനയും ദുരിതവും അവരെ ഗ്രസിക്കും. ഈറ്റുനോവെടുത്തവളെ പോലെ അവർ പിടയും. അവർ പരസ്പരം തുറച്ചു നോക്കുകയും അവരുടെ മുഖം ജ്വലിക്കുകയും ചെയ്യും. ഇതാ, കർത്താവിൻ്റെ ക്രൂദ്ധമായ ദിനം ആസന്നമായിരിക്കുന്നു. ഭൂമിയെ ശൂന്യമാക്കാനും പാപികളെ നശിപ്പിക്കാനും കോപത്തോടെ ക്രോധത്തോടും കൂടെ അത് വരുന്നു. ആകാശത്തിലെ നക്ഷത്രങ്ങളും നക്ഷത്രരാശിയും പ്രകാശം തരികയില്ല. സൂര്യൻ ഉദയത്തിൽ തന്നെ ഇരുണ്ടുപോകും. ചന്ദ്രൻ പ്രകാശം പൊഴിക്കുകയില്ല. ലോകത്തിലെ അതിൻ്റെ തിന്മ നിമിത്തവും ദുഷ്ടരെ അവരുടെ അനീതി നിമിത്തവും ഞാൻ ശിക്ഷിക്കും. അഹങ്കാരിയുടെ ഔന്നിത്യം ഞാൻ അവസാനിപ്പിക്കും. നിർദ്ധയൻ്റെ ഗർവ് ഞാൻ ശമിപ്പിക്കും. മനുഷ്യൻ തങ്കത്തേക്കാൾ, മനുഷ്യവംശം ഓഫീർ പൊന്നിനേക്കാൾ വിരളമാകാൻ ഞാൻ ഇടയാക്കും. സൈന്യങ്ങളുടെ കർത്താവിൻ്റെ രോഷത്തിൽ, അവിടുത്തെ ക്രോധത്തിൻ്റെ ദിനത്തിൽ ഞാൻ ആകാശത്തെ വിറകൊള്ളിക്കും. ഭൂമി അതിൻ്റെ സ്ഥാനത്ത് നിന്നിളകും. വേട്ടയാടപ്പെടുന്ന മാൻപേടയെപ്പോലെയും ഇടയനില്ലാത്ത ആടുകളെപ്പോലെയും ഓരോരുത്തരും സ്വന്തം ജനത്തിൻ്റെ അടുത്തേക്ക് തിരിഞ്ഞ് സ്വന്തം നാട്ടിലേക്ക് ഓടിപ്പോകും. കാണുന്നവനെയെല്ലാം കുത്തിപ്പിളരും. പിടികിട്ടുന്നവനെപ്പോലെ വാളിനിരയാക്കും. അവരുടെ ശിശുക്കളെ അവരുടെ മുൻപിൽ വച്ചു തന്നെ നിലത്തടിച്ചു ചിതറിക്കും. അവരുടെ ഭവനങ്ങൾ കൊള്ളയടിക്കപ്പെടും. അവരുടെ ഭാര്യമാർ അപമാനിതരാകും. ഞാൻ മേദിയാക്കാരെ അവർക്കെതിരെ ഇളക്കിവിടുന്നു. അവർ വെള്ളി കാര്യമാക്കുന്നില്ല, സ്വർണത്തിൽ താൽപ്പര്യവുമില്ല. അവരുടെ അമ്പ് യുവാക്കന്മാരെ വധിക്കും. ഉദരഫലത്തോട് അവർക്ക് കരുണയുണ്ടാവുകയില്ല. ശിശുക്കളോട് അവർ ദയ കാണിക്കുകയില്ല. രാജ്യങ്ങളുടെ മഹത്വവും കൽദായരുടെ മഹിമയും അഭിമാനവുമായിരുന്ന ബാബിലോൺ ദൈവം നശിപ്പിച്ച
സോദോമും ഗൊമോറയും പോലെ ആയിത്തീരും. അത് എന്നും നിർജ്ജനമായിരിക്കും. തലമുറകളോളം അതിൽ ആരും വസിക്കുകയില്ല. അറബികൾ അവിടെ കൂടാരം അടിക്കുകയില്ല. ഇടയന്മാർ തങ്ങളുടെ ആടുകൾക്ക് അവിടെ ആല ഉണ്ടാക്കുകയില്ല. അത് വന്യമൃഗങ്ങളുടെ ആസ്ഥാനമായി തീരും. അതിൻ്റെ വീടുകൾ ഓരിയിടുന്ന ജീവികളെ കൊണ്ട് നിറയും. ഒട്ടകപക്ഷികൾ അവിടെ വസിക്കും. കാട്ടാടുകൾ അവിടെ തുള്ളി നടക്കും. അതിൻ്റെ ഗോപുരങ്ങളിൽ ചെന്നായ്ക്കളും മനോഹര മന്ദിരങ്ങളിൽ കുറുക്കന്മാരും ഓരിയിടും. അതിൻ്റെ സമയം ആസന്നമായിരിക്കുന്നു. അതിൻ്റെ ദിനങ്ങൾ ദീർഘിക്കുകയില്ല.